ഞാനിതാ കുറച്ച് പനീറാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് പനീർ വെച്ചിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീറാണ് ചെയ്തെടുക്കുന്നത്. ഷെഫ് പിള്ളയുടെ ഫേമസ് റെസിപ്പിയാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2-3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വയലേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു പച്ചമുളകൊക്കെ ഇങ്ങനെ മാറിയതിന് ശേഷം നമ്മളതിലേക്ക് വലിയൊരു ക്യാപ്സിക്കാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല പഴുത്ത ഒരു 2-3 തക്കാളി ഇട്ട് നല്ല റെഡ് കളർ തക്കാളി തന്നെ നോക്കിയെടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ വെള്ളം വറ്റിച്ചിട്ട് ഇതുപോലൊരു മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു ചില്ലിയുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാനിൽ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. കാരണം കുറച്ച് അധികം തന്നെ പനീർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ആ പനീർ ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ പനീറെല്ലാം ബട്ടറിലൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു പാത്രത്തിന് അത്ര വലിപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് 2 പാറ്റസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരുവിധം എല്ലാം കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം ബട്ടറിൽ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. യെല്ലോ കളർ ക്യാപ്സിക്കം, റെഡ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ബട്ടറിലൊന്നിങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. കുറച്ച് സമയം വെജിറ്റബിൾസൊക്കെ ബട്ടറിൽ ഫ്രൈ ചെയ്യാൻ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന പനീറും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പാനിൽ നമ്മൾ പനീർ ഫ്രൈ ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിൽ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ പാനിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്ന് മാറ്റിയിട്ട് വെജിറ്റബിൾ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് വലിയൊരു പാൻ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 പാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. ഇനി നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിത് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന പനീറും വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കസൂരി മേത്തി കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു അടിപൊളിയായിട്ടൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീറാണ് ചെയ്തെടുത്തുള്ളത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനീർ നമ്മളിങ്ങനെ കുറച്ച് ഇതായിട്ട് ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് 1-2 എണ്ണം മുറിഞ്ഞു പോയി എന്നൊക്കെയുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്തോ.